എത്ര അറിയാൻ എന്തറിയണം? ഞാൻ പറഞ്ഞുതരാം. ഇരിക്കാം. നമസ്കാരം. ഞാനിപ്പോൾ ഈ കാണിച്ചിട്ടുള്ള ക്ലിപ്പ് കുറച്ച് കഴിഞ്ഞ 2 ദിവസം മുന്നേ ഞാൻ ചെയ്തിട്ടുള്ളത്, എനിക്കത് ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ്. ഓക്കെ, ഈ ക്ലിപ്പ് ഞാൻ അവിടെ ഇട്ടു, പക്ഷെ അതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ലായിരുന്നു. ആ സമയത്ത് അഖിലിൻ്റെ വീഡിയോ വന്നിട്ടില്ല. ഓക്കെ, നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ ബിഗ് ബോസ് ഭയങ്കര സീരിയസ് ആയിട്ട് കാണുന്ന സമയത്ത് നമുക്ക് തോന്നിപ്പോവും. ആ തോന്നുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ റിവ്യൂ പറയുന്നത്. റിവ്യൂ എന്നൊന്നും പറയുന്നില്ല, നമ്മുടെ അഭിപ്രായം. ഓക്കെ, റിവ്യൂ ചെയ്യാൻ വലിയൊരു റിവ്യൂറായിട്ടില്ല, പക്ഷെ നമ്മുടെ അഭിപ്രായം പറയുകയാണ് നമ്മളല്ലേ. പക്ഷേ ഇന്നലെ ഈ ക്ലിപ്പ് ഇട്ടിട്ടുള്ളെങ്കിൽ കൂടി കുറച്ച് ദിവസം മുന്നേ ഞാൻ ഇതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം വീഡിയോ ചെയ്തിരുന്നു. കാരണം വെച്ചാൽ എനിക്ക് ജാസ്മിൻ ഉപയോഗിക്കുന്ന അതൊക്കെ സംസാരവും ഭാഷയും കാര്യങ്ങളൊക്കെ അവരവരുടെ ഇഷ്ടം. ഓക്കെ, ഒരാളോട് ഏത് രീതിയിൽ റെസ്പെക്റ്റ് തോന്നണം, ഒരാൾക്ക് ഏത് രീതിയിൽ റെസ്പെക്റ്റ് കാണിക്കണം എന്നുള്ളതൊക്കെ അവരുടെ ഇഷ്ടം. ചിലപ്പോൾ അവരുടെ നേച്ചർ അങ്ങനെ ആയിരിക്കാം. പക്ഷേ ജാസ്മിൻ ജാഫറിൻ്റെ ഈ പൊന്ന് ലാലേട്ടൻ, ഓക്കെ, സീരിയസ് ആയിട്ട് ഞാൻ ഞെട്ടിപ്പോയൊരു കേസ്. എന്നെപ്പോലെ ഞെട്ടി ഒരുപാട് പേരുണ്ട്. പക്ഷേ ഒരു എന്താ പറയുക, ഒരു വലിയ വിഭാഗം ആൾക്കാർക്ക് അത് ക്യൂട്ട്നെസ് ഓവർലോഡഡ് അല്ലെങ്കിൽ ക്യൂട്ട്നെസ് വാരി വിതറുന്നോ, എന്നാ ക്യൂട്ട്നെസ്സോ എനിക്ക് ക്യൂട്ട്നെസ് കാരണം ഞാൻ എൻ്റെ ഭാഷയല്ല മേല. പക്ഷേ ഞാനിത് പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ചില ഗ്രൂപ്പുകൾ ഇതിനെ കൊണ്ടാടുന്നത് കണ്ടിട്ടാണ്. ഓക്കെ, പക്ഷെ നമ്മൾ അതിനെ കണ്ടത് വേറൊരു ആംഗിളിലാണ്. അതുകൊണ്ടാണ് ഞാൻ 2 ദിവസം മുന്നേ ഈ ഒരു വീഡിയോ എടുത്ത്, എസ്പെഷ്യലി ആ ഒരു റീൽസിൻ്റെ പോർഷൻ എടുത്ത് ചെയ്തതും അതിനെക്കുറിച്ച് അതിന് മുന്നത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ സംഭവം എന്താ വെച്ചാൽ, ലാലേട്ടൻ എന്ന് പറയുന്നൊരു മഹാനടൻ, ഓക്കെ, വ്യക്തി പരിപാടി കാര്യങ്ങളൊന്നും നമ്മളെ പേഴ്സണൽ ലൈഫും കാര്യങ്ങളും അറിയില്ല. പക്ഷേ അവരുടെ ലൈഫിനെ കുറിച്ചൊക്കെ പല കാര്യങ്ങളും ഇതിലൂടെ നമ്മൾ മീഡിയയിലൂടെ ഒക്കെ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് അല്ലേ. സെലിബ്രിറ്റീസ് ലൈഫ്, എസ്പെഷ്യലി ലാലേട്ടൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് പേര്, നമ്മൾ അതൊന്നും ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഈ ഒരൊറ്റ വീഡിയോയിൽ കാര്യം പറയുന്നത് വെച്ചാൽ, കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്ത സമയത്ത് ഞങ്ങൾ ലാലേട്ടൻ്റെ ആ ഒരു ഇൻവോൾവ്മെൻറ്റും റോളും കാര്യങ്ങളും പറഞ്ഞില്ല. പക്ഷേ നമ്മുടെ പ്രീവിയസ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ലാലേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി മോഹൻലാൽ ബിഗ് ബോസിനെ സംബന്ധിച്ച് ഒരു ശമ്പളക്കാരൻ മാത്രമാണ്. മോഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആങ്കറാണ്. ഓക്കെ, ആളുടെ പുള്ളിക്ക് എന്താണോ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്, ഒന്നും കൂടി ഇപ്പോൾ അവരുടെ ഭാഷയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പപ്പറ്റാണ്, കളിപ്പാവ, വേറെ ഒന്നുമല്ല എന്ന് ഫീൽ ചെയ്തവരാണ് ഇതുവരെ ബിഗ് ബോസ് കണ്ട എല്ലാവരും. പക്ഷേ ഇപ്രാവശ്യം കുറച്ച് വ്യത്യസ്തമായിട്ട് ചില സമയത്തിൽ ഇയാൾ വന്ന് പറയുന്ന സംഗതികൾ കേൾക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് നമുക്ക് ചില എക്സ്ട്രാ തെറി പറയാത്ത രീതിയിലുള്ള ചില റെസ്പെക്റ്റും കാര്യങ്ങളും വന്നു. പക്ഷെ സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. അദ്ദേഹം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളല്ല പറയുന്നത്, നമ്മുടെ ആളെല്ലാം സൈഡിൽ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ദേഷ്യം വരും. പക്ഷെ അത് മഹാഭൂരിപക്ഷത്തിൻ്റെ ഒരു ആവുന്ന സമയത്ത് അതിന് അഗെയിൻസ്റ്റായിട്ട് സംസാരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ തെറിയും കാര്യങ്ങളും കൂടുതലായിട്ട് വാരിക്കൂട്ടുന്നത്. ഓക്കെ, അപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് വെച്ചാൽ പുള്ളി ജസ്റ്റ് ഒരു പപ്പറ്റ് മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ശമ്പളക്കാരനാണ്, അങ്ങനെ പറയാം. നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ ശമ്പളക്കാരനാണ്. പക്ഷേ അങ്ങനത്തെ സിറ്റുവേഷനിൽ ആളെ തെറി പറയുന്നതുകൊണ്ട്, അദ്ദേഹത്തെ തെറി പറയുന്നതുകൊണ്ട് കാര്യമുണ്ടോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇനി അയാൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഭാഷ ഇതാട്ടോ, അദ്ദേഹം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മനസ്സിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കാം, അദ്ദേഹത്തെ തെറി പറയുന്നതിൽ കാര്യമുണ്ടോ. പക്ഷെ ഒരു കാര്യം ഇതിൽ ചെയ്യാം. മോഹൻലാൽ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളൊക്കെ അറിയുന്ന ലാലേട്ടൻ, ഓക്കെ, ഇത്രയും വലിയ മഹാനടൻ, പവർഫുള്ളായിട്ടുള്ള വ്യക്തി, ഇത്രയും ഒരു മനുഷ്യൻ, ഒരു ആക്ടർ, അയാളൊരു വ്യക്തി ജീവിതത്തിൽ നേടാവുന്നതിൻ്റെ ഒരുവിധം എല്ലാം നേടിയിട്ട്, പക്ഷെ പുള്ളിയുടെ ഹ്യൂമിലിറ്റി, ഹമ്പിൾ നേച്ചർ കൊണ്ട് പുള്ളി ഒന്നും എന്താ പറയുക, അങ്ങനെ പറയില്ലായിരിക്കാം. പക്ഷെ എല്ലാം നേടിക്കഴിഞ്ഞൊരു വ്യക്തിക്ക് ഇനി കിട്ടുന്ന പണത്തിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ഷോയിൽ അല്ലെങ്കിൽ ഇതുപോലൊരു കാര്യങ്ങളെ കൂട്ടു നിൽക്കണോ? ഞാൻ സീരിയസ് ആയിട്ട് പറയാൻ കാരണം വെച്ചാൽ, അഖിലിൻ്റെ പറഞ്ഞ കാര്യങ്ങൾ, അഖിലത് നല്ല രീതിയിൽ അവതരിപ്പിച്ചു. അതാണ് ഞാൻ അഖിലിനെയും ഇന്നലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അഖിലിനെ ഹാറ്റ്സ് ഓഫ് കൊടുത്ത്. അഖിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു. അഖിൽ പറഞ്ഞു ലാലേട്ടനെയും കൂടി പറ്റിക്കുകയാണെന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷേ അങ്ങനെ പറ്റിക്കപ്പെടാൻ പറ്റുന്നൊരു മനുഷ്യനൊന്നല്ല ശ്രീ മോഹൻലാൽ എന്നുള്ള കാര്യം ഞാൻ പറയുന്ന എനിക്കും അറിയാം, കേൾക്കുന്ന നിങ്ങൾക്കും അറിയാം. അപ്പോൾ എന്താണ് ഇതിൻ്റെ പുറകിലുള്ള സത്യാവസ്ഥ, ആക്ച്വലി എന്താ നടക്കുന്നതെന്നുള്ളതൊക്കെ നമ്മളൊക്കെ ഒരുപാട് പേര് പറയാതെ പറയുകയാണ്. എല്ലാവരുടെ മനസ്സിലും സംഗതികളുണ്ട്. എനിക്ക് എൻ്റെ കണ്ണുകളിൽ നിന്ന് വായിക്കുന്നതാണല്ലോ സീസൺ, കണ്ണുകളാണ് സംസാരിക്കുന്നത് അല്ലേ, സീസൺ ക്ലാരിറ്റി. അപ്പോൾ എൻ്റെ സംസാരത്തിൽ നിങ്ങൾക്ക് എത്രത്തോളം ക്ലാരിറ്റി കിട്ടുമെന്ന് അറിയില്ല. ഇതിലേറെ കൂടുതൽ ക്ലാരിറ്റിയാണ് നമ്മളെ വിഷയം. അപ്പോൾ ക്ലാരിറ്റി തരാൻ എനിക്ക് കഴിയില്ല. കാരണം ചില വിഷയങ്ങൾ അത്രയും സെൻസിറ്റീവാണ്. പക്ഷേ ഇങ്ങനെ ഒരു സംഗതി, സ്പെഷ്യലി ഇന്നലെ അഖിൽ പറഞ്ഞിട്ട കാര്യം കൂടി അതും കൂടി പുറത്തു വന്ന സ്ഥിതിക്ക് ഈ ഒരു ഷോന്ന് ലാലേട്ടന് ഒന്നുകിൽ ഒരു ഡിഫറൻറ്റ് സ്റ്റാൻസ് എടുക്കാം. എനിക്ക് തോന്നുന്നില്ല ലാലേട്ടൻ എല്ലാവരും വിട്ടു നിൽക്കണം, ഇറങ്ങിപ്പോണം, നിർത്തിപ്പോണം എന്നൊക്കെ പറയുമെങ്കിലും അതൊന്നും ചെയ്യുന്നുണ്ടാവില്ല. കാരണം അത് അദ്ദേഹത്തിൻ്റെ ഒരു ജോലിയാണ്.
ആൾ ഏഷ്യാനെറ്റിൻ്റെ ഈ പ്രോഗ്രാമിന് കോൺട്രാക്റ്റ് ഏറ്റെടുത്തിട്ടുള്ള ഹോസ്റ്റ് ചെയ്യാമെന്ന കോൺട്രാക്റ്റ് ഏറ്റെടുത്തിട്ടുള്ള ആളുടെ ഫേസ്, ഫിഗർ, സംസാരം, കാര്യങ്ങൾ മാത്രം അതിനുവേണ്ടി ചിലവാക്കുന്ന, ബുദ്ധി തീരെ ചിലവാക്കാത്ത, അല്ലെങ്കിൽ യുക്തിയും എന്താ പറയുക വിവേകം, വിവേചനം ഇതൊന്നും അതിനുവേണ്ടി ചിലവാക്കിയില്ല എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് അറിയാം. പുള്ളി ഈ പറഞ്ഞ സീസൺ കാണുന്നില്ല. എനിക്ക് തോന്നുന്നില്ല പുള്ളി കണ്ട സീസണുകളൊന്നും കണ്ടിട്ടുണ്ടാവും എന്നുള്ളത്. ഉണ്ടാവില്ല, കാരണം അത്രയധികം തിരക്കുള്ളൊരു വ്യക്തി ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഇപ്രാവശ്യ കാര്യങ്ങളിൽ പുള്ളിയുടെ സംസാരവും സംഗതികൾ കേൾക്കുന്ന സമയത്ത് ഒരുപാട് പേർക്ക് സംഭവം മനസ്സിലായിട്ടുള്ളൂ. ഇയാൾ ഇതൊന്നും കാണാണ്ടേ വന്നിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ഓരോ സീസണുകളിലൊക്കെ നമുക്ക് തോന്നിപ്പോവും ഇതൊക്കെ കണ്ടു എന്ന് വരെ തോന്നിപ്പോവും. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് തോന്നുന്നത് വെച്ചാൽ പുള്ളി ഇതൊന്നും കാണാതെയാണ് വന്ന് ഇരുന്ന് സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ വരെ തോന്നിയിട്ടുണ്ട്. വോട്ടെവർ എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഒരുപാട് പേര് അയാളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് കണ്ടു. ഞാനും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു. പക്ഷേ നമ്മൾ കുറ്റപ്പെടുത്തുന്നത് ഇത്രയല്ല, ഒരാളെ ജോലി ഏറ്റെടുക്കുന്നതിലാണ് കുറ്റപ്പെടുത്തുന്നത്. ഈ പരിപാടി ഇയാൾ ഏറ്റെടുത്തല്ലോ അല്ലേ? അല്ലാണ്ട് ആൾക്ക് പറയുന്ന കാര്യങ്ങൾ പുള്ളിക്ക് അതിനെ പറയാൻ കഴിയുള്ളൂ. പുള്ളിക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഏഷ്യാനെറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് ശ്രീ മോഹൻലാൽ എന്ന വ്യക്തിക്കോ അല്ലെങ്കിൽ ഈ പരിപാടിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ശ്രീ മോഹൻലാൽ എന്ന വ്യക്തിക്കോ ഒന്നും പറയാൻ പറ്റില്ല. കാരണം അത് പറയൂല, അങ്ങനത്തെ ഒരു വ്യക്തിയാണത്. നിങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ പുറകിൽ വേറൊരു സംഭവം ലാലേട്ടൻ്റെത് വന്നിട്ടുണ്ട്. കാരണം എനിക്ക് ഒരുപാട് പേര് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മമ്മൂക്കയുടെ വീഡിയോസ് ഇതിന് മുന്നേ റിയാക്ട് ചെയ്ത സമയത്ത് കുറച്ച് അത്യാവശ്യം പോപ്പുലർ ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ സത്യം പറഞ്ഞാൽ ലാലേട്ടൻ ഫാനാണ്. പക്ഷേ റീസെൻ്റായിട്ട് ഒരു ഫാനാവാനും ആ ഫാനിസം നിലനിർത്താനും കൊണ്ടുപോകാനുള്ള ഒരു സംഗതികളും ലാലേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ എല്ലാം സ്നേഹിക്കുന്ന ലാലേട്ടൻ എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി തന്നിട്ടില്ല. അല്ലെങ്കിൽ വളരെ കുറച്ച് വിരളമായിട്ട് തന്നിട്ടുള്ളൂ. അല്ലെങ്കിൽ പഴയ ഞാൻ കണ്ട ലാലേട്ടനിൽ നിന്ന് ഒരുപാട് വ്യത്യാസം വന്നുകൊണ്ട് പഴയ ലാലേട്ടനെ അടുത്ത് കിട്ടുന്ന ആ രീതിയിലുള്ള ആ ഒരു ആരാധന, ആ ഒരു സംഭവം തോന്നിക്കുന്ന ഒരു ഫാക്ടർ ഉണ്ടല്ലോ, അത് റീസെൻ്റായിട്ട് ലാലേട്ടൻ പുള്ളിയിൽ നിന്ന് വിമർശിക്കാൻ നമ്മൾ ആരും അല്ല കേട്ടോ, വിമർശിക്കാൻ ആരുമായിട്ടില്ല. പക്ഷെ നമ്മൾ വിമർശിക്കുന്നതും പറയുന്നത് എന്തുകൊണ്ടറിയോ, നമുക്ക് പണ്ടത്തെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് മാറിയതുകൊണ്ടാണ്. ഇത് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ നമുക്ക് മമ്മൂക്കാൻ്റെ വീഡിയോസ് ചെയ്തുകൊണ്ടും മമ്മൂക്കയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുള്ളി കാര്യങ്ങളിൽ ഇടപെടുന്ന സംഭവങ്ങളൊക്കെ കാണുന്ന സമയത്തും എനിക്ക് കുറേ വീഡിയോസ് ഷെയർ ചെയ്ത് കിട്ടി വരും, ഓരോ എക്സ്പ്രഷൻസും പുള്ളിയുടെ ഓരോ എക്സ്പ്രഷൻ. ഞാൻ അതേ പറഞ്ഞത്, ഇപ്പം ഞാൻ ഫസ്റ്റ് പ്ലേ ചെയ്യാനുള്ള കാരണം വെച്ചാൽ ഇതുപോലെ ചില കണ്ടസ്റ്റൻസ് പറയുന്ന സമയത്ത് ലാലേട്ടൻ്റെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യാൻ പറയും. പക്ഷേ എന്താ വെച്ചാൽ ഈ പറയുന്നത് ഈ മമ്മൂക്ക ഫാൻസും കാര്യങ്ങളും ആയതുകൊണ്ട് ഞാൻ അത് അവർക്കും കൂടിയുള്ള വീഡിയോ കേട്ടോ എനിക്ക് ഷെയർ ചെയ്യും. ഞാൻ പേഴ്സണലി അവരോട് പറഞ്ഞിട്ടുണ്ട്, നമുക്കെന്താ വെച്ചാൽ ഒരു കാരണവശാലും അങ്ങനെ ഒരു ഫാൻ ഫൈറ്റിലേക്ക് പോകുന്നില്ല. ശ്രീ മോഹൻലാൽ എന്ന് നമ്മളറിയുന്ന സിനിമകളിലൂടെ നമ്മളറിയുന്ന പിന്നെ മഹാനടൻ, ആ ഒരു വ്യക്തിത്വം പുള്ളി അല്ല. പുള്ളി ആക്ച്വലി അതിൻ്റെ ഒരു നടൻ മാത്രമാണ്. പുള്ളി അഭിനയിക്കുന്ന വേറെ ഒരു പ്രോജക്റ്റ് മാത്രമാണ് ബിഗ് ബോസ്. അല്ലെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ 6 എന്നുള്ളത് വേറിട്ടും കൂടി പറയണം. കാര്യം അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ഒരു മെജോറിറ്റിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. മൈനോറിറ്റി ആയിട്ട് 99.9% കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 എണ്ണം അവിടെ അങ്ങനെ നിൽക്കുമല്ലോ കീടാണുക്കൾ. ആ കീടാണുക്കൾക്ക് ഇതൊക്കെ ഈ റൊമാൻസ് ഒരിക്കലും ഇതൊരു അതിൽ നടക്കുന്ന കാര്യങ്ങൾ റൊമാൻസായി തോന്നാം, ആക്സെപ്റ്റ് ചെയ്യാൻ തോന്നാം. നിങ്ങളുടെ മക്കളും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ തള്ളിപ്പറയുമോ, ഈ രീതിയിലുള്ള സംഗതികളൊക്കെ പറയാൻ തോന്നാം. ഞങ്ങൾക്കിഷ്ടമാണ്, എന്നാൽ പിന്നെ ഞങ്ങൾക്കിഷ്ടമാണ്, നിങ്ങൾ നോക്കണ്ട, അതൊക്കെ പറയുന്ന ആൾക്കാരോട് പറയണത്. എല്ലാവരുടെയും പ്ലാറ്റ്ഫോമാണ്, നിങ്ങളുടെയും പ്ലാറ്റ്ഫോമാണ്, നിങ്ങളും പറഞ്ഞോളൂ. പക്ഷേ നമുക്ക് പറയാനുള്ള പ്ലാറ്റ്ഫോം ഒന്നും കൂടി ബ്രോഡർ ആയതുകൊണ്ടാണ് നമ്മൾ ഈ സംഗതി ഇത്രയും സീരിയസ് ആയിട്ട് നമ്മൾ അവതരിപ്പിക്കാനുള്ള റീസൺ. അപ്പോൾ ലാലേട്ടൻ നിർത്തിപ്പോണമെന്നൊന്നും പറയില്ല. പക്ഷേ അഖിൽ ഇങ്ങനെ പറഞ്ഞൊരു അടിസ്ഥാനത്തിൽ എന്താണ് ഷോൻ്റെ പോട്ടെ, ഷോ ഒരുവിധം എല്ലാവരും സംസാരിച്ച് ക്ലിയർ ആയി. പക്ഷേ അതിൽ നിൽക്കുന്ന മത്സരാർത്ഥികളുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത്, സ്പെഷ്യലി സ്ത്രീ മത്സരാർത്ഥികളെയും ഇതുപോലെ നോക്കുകൂലിക്ക് കൊണ്ടാക്കിയിട്ടുള്ള ആളുടെ എണ്ണം തയ്ക്കാൻ ബാലൻസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ആളുടെ എണ്ണം തയ്ക്കാൻ ഒരു ട്രിപ്പ് ഇവിടുന്ന് പോകുമ്പോൾ ഇത്ര ആൾക്കാരുണ്ടെങ്കിൽ ഈ വണ്ടി മുന്നോട്ട് പോകുള്ളൂ എന്ന് പറയുന്ന സമയത്ത് ഒരു എണ്ണം തയ്ക്കാൻ വേണ്ടി കയറുന്നില്ലേ, ആവശ്യമില്ലാത്ത അവർക്ക് താല്പര്യമില്ലാതെ കൂടെ വിളിച്ച് കയറ്റിയിട്ടുള്ള ആൾക്കാരുടെയും അവരുടെയൊക്കെ ക്രെഡിബിലിറ്റി എന്ന് ആലോചിച്ച് നോക്കല്ലേ. അങ്ങനെയൊക്കെ കയറിപ്പോയവരുടെ എന്നാൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അതിൻ്റെ ഉള്ളിൽ, അതും ചെയ്യുന്നില്ല. പുറത്ത് എന്താ പറയുക, എന്തിനാണ് അവിടെ പോയത്, എന്തിനാണ് വിളിച്ച് പോയത് എന്നുള്ള ഫെയിമിനാണോ പൈസയ്ക്കാണോ, വോട്ടെവർ നമ്മളതിൽ കിടക്കുന്നില്ല. പക്ഷേ അതേപോലെ അതിൻ്റെ കൂടെ നിൽക്കുന്ന സ്ത്രീ മത്സരാർത്ഥികൾ, അവരുടെയൊക്കെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഇതൊക്കെ എല്ലാം കൂടി വെച്ചിട്ട് ഇനി 50 ദിവസം ഇവിടുന്ന് അങ്ങോട്ടുണ്ട്. ഏഷ്യാനെറ്റിന് ചേഞ്ച് വരും തോന്നുന്നില്ല. അവരിതിന് വളരെ രൂക്ഷമായ രീതിയിലായിരിക്കാം പ്രതികരിക്കുന്നത്, എനിക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനെയാണ്. പക്ഷേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് വരുന്ന 50 ദിവസങ്ങളിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ലാലേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ഇതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നുണ്ടെങ്കിൽ മാത്രം ഇനി അഖിൽമാരാരെ ദ്രോഹിക്കാൻ, അല്ലെങ്കിൽ സിബിനെ ദ്രോഹിക്കാൻ, അല്ലെങ്കിൽ ഇത് വെച്ച് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ ദ്രോഹിക്കാൻ, അങ്ങനെ എന്താ പറയുക, ആ ഒരു രീതിയിൽ എന്താ പറയുക, അങ്ങനെ ചിന്തിക്കലല്ലോ വേണ്ടത്. ഒരുപാട് കമൻസാണ് ഞാൻ ഇപ്പോൾ നോക്കുന്ന സമയത്ത്. മോഹൻലാലിനെ വെറുത്തത്
മോഹൻലാലിനെ ആ ഒരു ആങ്കറെ സ്വാഭാവികമായിട്ട് നമുക്ക് വെറുപ്പ് തോന്നാം കേട്ടോ. വെറുപ്പല്ല, നമുക്ക് തോന്നിപ്പോകും ഒരു മനുഷ്യൻ ഇങ്ങനെ അല്ലേ, ഒരു കുറച്ചൊക്കെ ഒരു ക്രെഡിബിലിറ്റിയോ എന്താ പറയുക, ഒരു മാന്യത ഇല്ലേ അങ്ങനല്ലേ. ഏതായാലും വീണ്ടും പറയട്ടെ, ഇത് തുറന്നു പറയാൻ കാണിച്ചിട്ടുള്ള അഖിലിന് ബിഗ് സല്യൂട്ട് ഉണ്ട്, ഒരു സംശയവും ഇല്ല അതിൽ. പുള്ളിക്ക് ഹീ ഇസ് ലൈക്ക് യുനോ അബവ് എവ്രി വൺ എന്ന് പറയാം. ഇതുവരെ നമ്മൾ കണ്ടുവന്നിട്ടുള്ള ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് മാത്രമല്ല, ഒരു പല കാര്യങ്ങളുടെ കുറിച്ച് സംസാരിക്കുന്നതും പ്രതികരിക്കുന്ന ആ ഒരു വ്യക്തി എന്നുള്ള കണ്ടീഷനിൽ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ കേട്ടോ.